ഗോമാംസത്തിന്റെ പേരിൽ സംഘപരിവാരത്തിന്റെ ഒരു ദശാബ്ദക്കാലത്തെ ഭരണത്തിനിടയിൽ 100-ലധികം മനുഷ്യരെ കൊല ചെയ്തു. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ ദാദ്രി ജില്ലയിൽ മുഹമ്മദ് തക്ലീബ് എന്ന മധ്യവയസ്കനെ പട്ടാപ്പകൽ തല്ലിക്കൊന്നു. വീട്ടിൽ ഗോമാംസം സൂക്ഷിച്ചു എന്നായിരുന്നു ആരോപണം. വീട്ടിലുണ്ടായിരുന്നത് ആടിന്റെ മാംസമാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഇനി ഗോമാംസം തന്നെയാകട്ടെ, തല്ലിക്കൊല്ലാൻ ഇവർക്ക് ആരവകാശം നൽകി? തല്ലിക്കൊന്ന കൊടും ക്രിമിനലുകൾ കാരാഗൃഹത്തിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയപ്പോൾ അവരെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചാനയിക്കാൻ ജയിലിന്റെ ഉമ്മറത്ത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കാത്തുനിന്നു. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ഞാൻ സർക്കാർ ജോലി നൽകൂ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ലക്ഷോപലക്ഷം രൂപയുടെ ധനസഹായം നൽകൂ. ഇത് നൽകുന്ന സന്ദേശം എന്താണ്? ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരെയും കൊന്നുകൊള്ളൂ, നിങ്ങൾക്ക് സുരക്ഷാ കവചമൊരുക്കാൻ, നിങ്ങൾക്ക് ധനസഹായം എത്തിക്കാൻ, നിങ്ങൾക്ക് ജോലി തരപ്പെടുത്താൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഹരിയാനയിൽ ഗോവ്യാപാരം നടത്തിയെന്നാരോപിച്ച 2 ദളിത് ചെറുപ്പക്കാരെ തല്ലിക്കൊന്ന് മരത്തിൽ കെട്ടിത്തൂക്കി നിർത്തി. തീവണ്ടി യാത്രക്കിടെ ഗോമാംസം ഭക്ഷിച്ചു എന്നാരോപിച്ച് പ്രായപൂർത്തിയാകാത്ത ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് സംഘപരിവാര ഫാഷിസം. ഇവർ സ്വാമി വിവേകാനന്ദനെ ഉയർത്തിക്കാണിക്കൂ. ഏറ്റവും ഇളം പ്രായത്തിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ ലോകമത സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ മാനവ മൈത്രിയെക്കുറിച്ച്, മതനിരപേക്ഷതയെക്കുറിച്ച്, പൗരാണികതയെക്കുറിച്ച് ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ച മഹാമനീഷിയാണ് വിവേകാനന്ദൻ. ആ വിവേകാനന്ദൻ പറഞ്ഞു, നിങ്ങൾ നന്നായി ഗോമാംസം ഭക്ഷിക്കൂ, അതുവഴി ആരോഗ്യമുള്ള ജനതയാകൂ. ആരോഗ്യമുള്ള ജനതയ്ക്ക് ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കാനാകൂ. സംഘപരിവാരം വേദങ്ങളെ ഉയർത്തിക്കാണിക്കൂ. വേദങ്ങൾ അതുല്യമായ വിജ്ഞാനത്തിന്റെ അപാര പ്രപഞ്ചത്തിലേക്ക് തുറന്നിടുന്ന കവാടങ്ങളാണ്. മഹാമഹർഷിമാരുടെ സംവാദ പരമ്പരകളാണ് വേദങ്ങൾ. ഋഗ്വേദത്തിന്റെ പ്രാരംഭത്തിൽ ചോദിക്കുന്നു, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതാരാണ്? ആർക്കറിയാം, അന്വേഷിപ്പൂ, കണ്ടെത്തൂ എന്നാണ് മറുമന്ത്രം. യജുർവേദം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ലോകമേക നീട്ടോ, ലോകമൊരു കിളിക്കൂട്ട്, മാനവരാകെ ആ കിളിക്കുട്ടിലെ പറവങ്ങൾ. ആ വേദങ്ങളെല്ലാം പറയുന്നു ഗോമാംസം വിശിഷ്ടമായ ഭോജ്യമാണ്. പക്ഷേ സംഘപരിവാരം ഗോമാംസത്തിന്റെ പേരിൽ മനുഷ്യരെ കൊന്നുതള്ളുന്നു. വിമത സ്വരങ്ങളെ, എതിർ ശബ്ദങ്ങളെ, വിമർശനങ്ങളെ നിഷ്കാസനം ചെയ്യുക എന്നത് ഫാസിസ്റ്റ് അജണ്ടയാണ്. ജർമ്മനിയിൽ ഹിറ്റ്ലറും ഇറ്റലിയിൽ മുസോളിനിയും അത് നടപ്പാക്കിയിരുന്നു. ഇന്ന് സംഘപരിവാര ഫാസിസ്റ്റുകൾ ഇന്ത്യയിലും നടപ്പാക്കുന്നു. ഭാരതീയ സാഹിത്യത്തിൽ സുവർണ ലേഖകൾ സൃഷ്ടിച്ച എഴുത്തുകാരനാണ് നരേന്ദ്ര ദബോൾക്കർ. വർഗീയ ഫാസിസത്തിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ, എഴുതിയതിന്റെ പേരിൽ നരേന്ദ്ര ദബോൾക്കറെ വെടിയുണ്ടകളാൽ ഇല്ലായ്മ ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാരാഷ്ട്രയിലെ മുൻ സംസ്ഥാന സെക്രട്ടറി, ദേശീയ കൗൺസിൽ അംഗം ഗോവിന്ദ് പട്സാരെ ആരാണ് ശിവജി എന്ന പുസ്തകം എഴുതിയതിന്റെ പേരിൽ വെടിയുണ്ടകളാൽ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. ശിവജി സവർണ പൗരോഹിത്യത്തിന്റെ പ്രതിനിധിയായിരുന്നുവെന്ന സംഘപരിവാരത്തിന്റെ വാദങ്ങളിൽ യുക്തിഭദ്രതയോടെ വസ്തുതകൾ നിരത്തി ശിവജി മതനിരപേക്ഷവാദിയായിരുന്നു എന്ന് സ്ഥാപിച്ചതിന്റെ പേരിലാണ് ഗോവിന്ദ് പട്സാരിയെ കൊന്നുതള്ളിയത്. കന്നഡ സാഹിത്യത്തിൽ വെള്ളി വെളിച്ചം വിതറിയ എഴുത്തുകാരനാണ് കൽബുർഗി. അദ്ദേഹം സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായിരുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ കൽബുർഗിയെയും വെടിയുണ്ടകളാൽ ഇല്ലായ്മ ചെയ്തു. വലതുപക്ഷ സാമ്രാജ്യത്വ സാമ്പത്തിക നയങ്ങൾക്കെതിരെ, വർഗീയ ഫാഷിസത്തിനെതിരെ നിരന്തരം തൂലിക ചലിപ്പിച്ചിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷിനെയും വെടിയുണ്ടകളാൽ അമർച്ച ചെയ്തു. നൂറുകണക്കിന് സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ സംഘപരിവാര ഫാസിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ കൊല ചെയ്യപ്പെട്ടു. ഇവർ ഏകമത മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ എവിടെയാണ് കോൺഗ്രസ്? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ കോൺഗ്രസ് ഉണ്ട്. മതനിരപേക്ഷതയുടെ പതാക വാനം മുട്ടെ ഉയർത്തിപ്പിടിച്ച ഹിമാലയ സാനുക്കൾക്കും മുകളിൽ പാറിപ്പിച്ച മഹാനുഭാവനായ നേതാവായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു.
നെഹ്റുവിന്റെ യുഗം അസ്തമിച്ചതോടെ കോൺഗ്രസിന്റെ മതേതര മുഖവും മരണമടഞ്ഞു. ഏതെല്ലാം ഘട്ടങ്ങളിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ മാറോടണച്ചു പിടിക്കാൻ കഴിയും, ആ ഘട്ടങ്ങളിലെല്ലാം മാറോടണച്ചു പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എത്രയെത്ര അനുഭവങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തിലുണ്ട്. പണ്ഡിറ്റ് നെഹ്റു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കവേ ബാബറി മസ്ജിദിനുള്ളിലേക്ക് അർദ്ധരാത്രിയുടെ മറവിൽ രാമന്റെ വിഗ്രഹവുമായി കടന്നു ചെന്ന് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയപ്പോൾ നെഹ്റു പറഞ്ഞു, അത് തർക്കമെന്നില്ലോ, അതിനെ എന്നേക്കുമായി താഴിട്ട് ബന്ധിക്കുന്നു. അതിന്റെ താക്കോൽ രാമൻ മുങ്ങിത്താണ് സരയൂ നദിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുന്നു. ഇനി ഒരിക്കലും അത് തുറക്കാൻ പാടില്ല. പിന്നീട് എപ്പോഴാണ് തുറന്നത്? അദ്ദേഹത്തിന്റെ ചെറുമകൻ രാജീവ് ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കും ശരീഅത്ത് നിയമത്തിലൂടെ മുസ്ലിം പ്രീണനം നടത്തി. ഹൈന്ദവരെ പ്രീണിപ്പിക്കാനായി പൂട്ടിയിടപ്പെട്ടിരുന്ന ബാബറി മസ്ജിദിന്റെ കവാടങ്ങൾ സംഘപരിവാരത്തിന് ശിലാന്യാസം നടത്താൻ തുറന്നുകൊടുത്തു. 985 RSSും BJPയും ബജ്രംഗ് ദളും എല്ലാം ചേർന്ന് വിശ്വ ഹിന്ദു പരിഷത്തും ചേർന്ന് ശിലാന്യാസം നടത്തിയ അയോധ്യയുടെ പള്ളി 1992 ഡിസംബർ മാസം 6-ാം തീയതി നരസിംഹറാവു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കും 464 വർഷക്കാലത്തെ പാരമ്പര്യമുണ്ടായിരുന്ന ബാബറി മസ്ജിദ് 5.5 മണിക്കൂറുകൾ കൊണ്ട് മൺതരികളാക്കപ്പെട്ടു. അതിന്റെ താഴികക്കുടങ്ങളാകെ നിലംപൊത്തി. രാജ്യത്തിലെ പോലീസിനെ, പട്ടാളത്തെ, സൈനിക വ്യൂഹങ്ങളെ നിഷ്ക്രിയരാക്കി നരസിംഹറാവു സംഘപരിവാരത്തിന് ഒത്താശ ചെയ്തു കൊടുത്തു. അദ്വാനി നയിച്ച രഥയാത്രയുടെ അന്ത്യത്തിലാണ് ബാബറി മസ്ജിദ് പൊളിഞ്ഞത്. 989 രഥയാത്ര വന്നു. പക്ഷെ ആ രഥയാത്ര അയോധ്യയിലെത്തിയില്ല. രാജ്യം ഭരിച്ചത് കോൺഗ്രസ് അല്ല, ഇടതുപക്ഷ പിന്തുണയോടെ VP സിംഗ് ഗവൺമെന്റ് ആയിരുന്നു. ബീഹാറിൽ വെച്ച് രഥയാത്ര നടന്നു. അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ശിലാന്യാസം നടത്താൻ വന്നവരും പ്രതിഷ്ഠ നടത്താൻ വന്നവരും പള്ളി പൊളിക്കാൻ വന്നവരും കാരാഗ്രഹത്തിനുള്ളിലാക്കി. ഇതാണ് കോൺഗ്രസവും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് രാത്രി നാം കാണുന്ന കോൺഗ്രസ് നാളെ രാവിലെ BJP ആണ്. ഇവർക്ക് എങ്ങനെ വിശ്വസിച്ച് നാം വോട്ട് ചെയ്യും? രാജ്യത്തിലെ 13 കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് BJPയുടെ നേതൃനിരയിലുണ്ട്. അവരെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമുണ്ട്. കോൺഗ്രസിന്റെ MP-മാർ MLA-മാർ രാജിവെക്കുന്നു. അവർ BJPയിൽ ചേരുന്നു. BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. ഇപ്പോഴിതാ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ 6 മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ്. 5 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയ സംസ്ഥാനം ഒന്നാണ് ഹിമാചൽ പ്രദേശ്. അവിടെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മനുഷേക് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ദേശീയ വക്താവ്, AICCയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ കോൺഗ്രസുകാർ തന്നെ പരാജയപ്പെടുത്തി. 6 കോൺഗ്രസ് MLA-മാർ രാജിവെച്ച് BJPയിൽ ചേർന്നു. അവരിപ്പോഴിതാ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഹിമാചൽ പ്രദേശിൽ BJP സ്ഥാനാർത്ഥികളായി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. നന്നേ ദുർബലമാണ് ഗുജറാത്തിൽ കോൺഗ്രസ്. അവിടെ ജയിച്ച 5 കോൺഗ്രസ് MLA-മാർ രാജിവെച്ച് BJPയിൽ ചേർന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു. മധ്യപ്രദേശിൽ കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി കോൺഗ്രസ്. കമൽനാഥായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹമാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളി കെട്ടിയ കരിങ്കല്ല് അയച്ചു എന്ന അഭിമാനത്തോടെ പറഞ്ഞു. അതേ മധ്യപ്രദേശിലെ AICCയുടെ സമുന്നത നേതാവാണ് ദിഗ്വിജയ് സിംഗ്, പഴയ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞു, ഞാൻ 1 ലക്ഷം രൂപ രാമക്ഷേത്ര നിർമ്മാണത്തിന് നരേന്ദ്രമോദിയുടെ ഫണ്ടിലേക്ക് അയച്ചു. ആ മധ്യപ്രദേശിൽ 4 മാസമേ കമൽനാഥിന്റെ മന്ത്രിസഭ നിലനിന്നുള്ളൂ. കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്ന യശസ്വരീരനായ മാധവറാവു സിന്ധ്യയുടെ പുത്രൻ, AICC ജനറൽ സെക്രട്ടറി, മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ 25 MLA-മാരുമായി BJPയിൽ ചേർന്നു. കമൽനാഥിന്റെ മന്ത്രിസഭ നിലംപൊത്തി. BJPയുടെ ഗവൺമെന്റ് മധ്യപ്രദേശിൽ അധികാരത്തിൽ വന്നു. മണിപ്പൂരിൽ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി കോൺഗ്രസ്, അധികാരത്തിൽ വന്നത് BJP. മണിപ്പൂർ ഇപ്പോൾ കത്തി അമരുകയാണ്.
ക്രൈസ്തവ മതത്തിൽ പിറന്ന മനുഷ്യരെ തിരഞ്ഞു പിടിച്ച് ആക്രമിച്ച് വധിക്കുന്നു. ക്രൈസ്തവ സ്ത്രീകളെ നഗ്നരാക്കി നടത്തി ബലാത്സംഗം ചെയ്യും. കൂട്ടക്കുരുതികൾ അരങ്ങേറും. നൂറുകണക്കിന് മനുഷ്യർ മണിപ്പൂരിന്റെ മണ്ണിൽ കൊല ചെയ്യപ്പെട്ടു. 10,000-കണക്കിന് മണിപ്പൂരുകാർ പ്രാണരക്ഷാർത്ഥം മണിപ്പൂർ വിട്ട് പലായനം ചെയ്തു. ഈ കോൺഗ്രസ് എവിടെയാണ്? മണിപ്പൂരിൽ എവിടെയെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കളെ കാണാനുണ്ടായിരുന്നു? ഇടതുപക്ഷം പോയി ക്രൈസ്തവ ദേവാലയങ്ങൾ തീയിട്ട ഇടങ്ങളിൽ, ക്രൈസ്തവ പള്ളിക്കൂടങ്ങൾ കത്തിച്ച ഇടങ്ങളിൽ, കന്യാസ്ത്രീകൾ വേട്ടയാട്ടപ്പെട്ട ഇടങ്ങളിൽ, ബിഷപ്പുമാർ ആക്രമിക്കപ്പെട്ട ഇടങ്ങളിൽ ഇടതുപക്ഷം പോയി. കോൺഗ്രസിനെ കാണാനില്ലായിരുന്നു. ഗോവയിൽ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി കോൺഗ്രസ്, അധികാരത്തിലെത്തിയത് BJP. കോൺഗ്രസിന്റെ MLA-മാർ BJP-യിൽ ചേർന്നു. അരുണാചൽ പ്രദേശിൽ ഒരു കാവിക്കൊടി പോലും കാണാനുണ്ടായിരുന്നില്ല. 43 കോൺഗ്രസ് MLA-മാർ രാജിവെച്ച് BJP-യിൽ ചേർന്നു. BJP അരുണാചൽ പ്രദേശിൽ അധികാരത്തിലെത്തി. ഇപ്പോൾ അരുണാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 മണ്ഡലങ്ങളിൽ BJP എതിരില്ലാതെ വിജയിച്ചു. 10 മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ സ്വമേധയാ പിന്മാറി. ഇതാണ് കോൺഗ്രസ്. ഇതാ ഈ കേരളത്തിലെ അനുഭവം നോക്കൂ. ചത്തു മലർന്നുപോയ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിച്ച നേതാവാണ് സാക്ഷാൽ K. കരുണാകരൻ. ആ K. കരുണാകരന്റെ പുത്രി പത്മജ വേണുഗോപാൽ BJP-യിൽ ചേർന്നു. 4-5 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പത്മജ വേണുഗോപാലിന്റെയും K. മുരളീധരന്റെയും മാതാവായ കല്യാണിക്കുട്ടിയമ്മയുടെ ജന്മവാർഷിക ദിനം. ആ ദിനത്തിൽ BJP നേതാക്കളെ ആകെ സ്മൃതി കുടീരത്തിൽ അണിനിരത്തി. എന്നിട്ട് 32 യൂത്ത് കോൺഗ്രസുകാരെ പത്മജ വേണുഗോപാൽ മാലയിട്ട് BJP-യിലേക്ക് സ്വീകരിച്ചു. സാക്ഷാൽ AK ആന്റണിയുടെ പുത്രൻ അനിൽ ആന്റണി, അദ്ദേഹം BJP-യിൽ ചേർന്നു. പത്തനംതിട്ടയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. BJP-യിൽ ചേർന്നത് പോകട്ടെ, ഒരു അച്ഛനെ കുറിച്ചൊരു മകൻ പറയാവുന്നതല്ലേ പറയാവൂ. മക്കളില്ലെങ്കിൽ ഇല്ലെന്നൊറ്റ ദുഃഖമേയുള്ളൂ, മക്കളുണ്ടെങ്കിൽ മരണക്കിടക്കയിൽ വിളിക്കുന്നു പ്രാണങ്ങൾ എന്നാണ് കവി പാടിയത്. അനിൽ ആന്റണി പറഞ്ഞു, കാലഹരണപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്, കാലഹരണപ്പെട്ട നേതാക്കളാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, AK ആന്റണിയും കാലഹരണപ്പെട്ട നേതാവാണ്? നിസ്സംശയം അനിൽ ആന്റണി പറഞ്ഞു, AK ആന്റണിയും കാലഹരണപ്പെട്ട നേതാവാണ്. ഇത്രയും പറഞ്ഞത് മനസ്സിലാക്കണം. അടുത്ത് പറഞ്ഞതാണ്, ഒരു പിതാവിനോടൊരു പുത്രൻ പറയാൻ പാടില്ലാത്തത്. ചന്ദ്രനെ നോക്കി നായ്ക്കൾ കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കുന്നവരാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. നായയോട് പിതാവിനെ ഉപമിക്കുകയാണ്. ഇതാണ് കോൺഗ്രസ്.